ഫ്രൈഡ് റൈസ് ഏതാ വേണ്ടത്? ഫ്രൈഡ് റൈസ്. ഓക്കെ ഓക്കെ പറ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കാത്തുക്കുട്ടൻ്റെ ആഗ്രഹം പോലെ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല നീളമുള്ള അരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. അരി ഇടുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തേ. വെളുത്തുള്ളിയും സവോളയും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ സ്പ്രിംഗ് ഒനിയനുമാണ് എടുത്തിരുന്നത്. ആ ടൈം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോഴത്തേ കുഞ്ഞുവാവയായിട്ട് കാത്തു വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പഴം എടുത്ത് നെയ്ക്കകത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഡാൽഡയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഡാൽഡ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൂട്ടത്തിൽ സവോള ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്നു അതും ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തേ. കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരിയും കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ലതാണ്, സൂപ്പറാണോ? കൈ കാണിച്ചു. സൂപ്പറാന്ന് കാണിക്കുന്ന